ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഫെബ്രുവരി 26. മുഴങ്ങിയത് നാടിൻ്റെ പ്രതിഷേധം. നാനാവഴികളിലൂടെ കേരളത്തിൻ്റെ ധനപരമായ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും കൂച്ചുവിലങ്ങിട്ട് ഈ നാടിനെ തകർക്കുകയെന്ന ഗൂഢപദ്ധതിയാണ് കേന്ദ്രത്തിലെ BJP ഭരണം തുടർച്ചയായി നടപ്പാക്കുന്നത്. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്നതിനാൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ എന്നാണ് മോദി ഭരണം പരീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനമെന്ന പരിഗണന പോലുമില്ലാതെ കടുത്ത അനീതിയാണ് കേന്ദ്രം കാട്ടുന്നത്. ദുരന്തമുഖത്തുപോലും മനുഷ്യത്വരഹിതമായ സമീപനം. മുണ്ടക്കൈ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണന മാത്രം മതി ഇക്കാര്യം തിരിച്ചറിയാൻ. ഈ ക്രൂരമായ നിലപാടിനെതിരെ കേരളമുയർത്തുന്ന അതിശക്തമായ പ്രതിഷേധത്തിനാണ് 2 നാളായി രാജ്യം സാക്ഷ്യം വഹിച്ചത്. LDFിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന 2 ദിന സമരവും CPIM നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ചൊവ്വാഴ്ച സംഘടിപ്പിച്ച ബഹുജന പ്രക്ഷോഭവും രാജ്ഭവൻ മാർച്ചും കേരളത്തിൻ്റെ ധാർമ്മിക രോഷം അണപൊട്ടി ഒഴുകുന്നതായി. കേരളത്തിൻ്റെ ബദലുകളെയും വികസന മുന്നേറ്റത്തെയും തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധ ജ്വാല ആളിപ്പടർന്നു. 300ഓളം പേർ മരിച്ച മുണ്ടക്കൈയിലെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള അർഹമായ സാമ്പത്തിക സഹായം നൽകുന്നതിൽ കേന്ദ്രം മൗനവ്രതം തുടരുകയാണ്. പുനരധിവാസം സാധ്യമാക്കരുതെന്ന BJPയുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് കുടപിടിക്കുകയാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ. വർഗീയ രാഷ്ട്രീയത്തിനെതിരായ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ഏതുവിധവും തകർക്കുകയാണ് ലക്ഷ്യം. ജനങ്ങൾ ദുരിതത്തിലാകണം. അവരുടെ രോഷം സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമെതിരെ തിരിയണം. അതിലൂടെ വർഗീയ രാഷ്ട്രീയത്തെ വേരുപിടിപ്പിക്കണം എന്നതാണ് തന്ത്രം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ അർത്ഥത്തിലും കേരളത്തെ ദുർബലമാക്കാനാണ് കേന്ദ്ര ശ്രമം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലെന്ന് പറയാവുന്ന സഹകരണ പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്നതും GSTയിലൂടെ മുഴുവൻ നികുതി വരുമാനവും സമാഹരിക്കുന്ന കേന്ദ്രം സംസ്ഥാനത്തിന് അർഹമായ വിഹിതം നിഷേധിക്കുന്നതുമെല്ലാം ഒരേ ലക്ഷ്യത്തോടെ. ഓരോ ധനക്കമ്മീഷനും സംസ്ഥാനത്തിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചു. 10ാം ധനക്കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിൻ്റെ വിഹിതം 3.86% ആയിരുന്നെങ്കിൽ 11ാം ധനക്കമ്മീഷൻ പ്രകാരം 3.6% 15ാം കമ്മീഷൻ 1.92% വെട്ടിക്കുറച്ചു. ഇക്കാലയളവിൽ കേന്ദ്ര വിഹിതത്തിൽ 1,07,513 കോടി രൂപയുടെ കുറവുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ നവ ഉദാര സാമ്പത്തിക നയങ്ങളും കോർപ്പറേറ്റ് പ്രീണനവും പുറമെ രൂപയുടെ മൂല്യം അടിക്കടി തകരുക കൂടി ചെയ്യുമ്പോൾ കേരളത്തിനിത് ഇരട്ട തിരിച്ചടിയാകുന്നു. NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവതരിപ്പിച്ച ബജറ്റുകളിലെല്ലാം കേരളത്തെ അവഗണിച്ചു. കഴിഞ്ഞ ബജറ്റിലും കേരളമെന്ന പേരില്ല. നാം ആവശ്യപ്പെട്ട പദ്ധതികൾ കണ്ടതായി പോലും നടിച്ചില്ല. പിന്നോക്കമാണെന്ന് സമ്മതിച്ചാൽ സംസ്ഥാനത്തിന് കൂടുതൽ വിഹിതം തരാമെന്ന കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ്റെ വാക്കുകൾ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ നിലപാടായി വേണം കാണാൻ. വർഗീയ രാഷ്ട്രീയത്തിന് ഇടമില്ലാത്ത കേരളം BJPയുടെ ഭാരതത്തിൽ ഇല്ല. ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ അഭിമാനമായി തുടരുന്ന കേരളത്തെ സംഘപരിവാറിൻ്റെ ഭാരതത്തോട് കൂട്ടിച്ചേർക്കണമെങ്കിൽ കേരളീയൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തെ തകർക്കണം. അതിന് സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായി സംസ്ഥാനത്തെ തകർക്കണം. നമ്മുടെ സാമൂഹ്യ സൗഹാർദ്ദത്തെ, മതനിരപേക്ഷ സംസ്കാരത്തെ, ക്ഷേമ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയെന്ന സംഘപരിവാറിൻ്റെ വിശാല പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ഇത് അനുവദിക്കാനാകില്ലെന്ന ഉറച്ച നിലപാടാണ് കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തി CPIM സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിൽ പ്രതിഫലിച്ചത്. ദുരന്തത്തിൽ തകർന്ന വയനാടിനെ അവഗണിക്കുന്ന കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം ഡൽഹിയിൽ കേരളത്തിൻ്റെ ശബ്ദമായി. വയനാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിലെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി MP തയ്യാറാകേണ്ടതായിരുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസം, വന്യജീവി ആക്രമണം, വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി എന്നിങ്ങനെ അതീവ ഗൗരവ പ്രശ്നങ്ങളുയർത്തിയ പ്രക്ഷോഭത്തെ അവഗണിച്ച പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും യഥാർത്ഥത്തിൽ കേരളത്തിനെതിരെയാണ് മുഖം തിരിച്ചത്. കേന്ദ്രം അവഗണിച്ചിട്ടും സാമ്പത്തിക ഞെരുക്കമുണ്ടായിട്ടും വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ടു പോകുകയാണ്. അതിന് തടയിടാനുള്ള ഒരു ശ്രമവും വിലപ്പോകില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തമായി സമരങ്ങളിലെ വലിയ ജനപങ്കാളിത്തം.